ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഹീറോയുടെ അമ്മ ഹീറോയെ കണ്ടതും നിന്റെ കൈ കാണിക്കാൻ പറയും. അവൻ ഇല്ലെന്ന് പറഞ്ഞ് മറച്ചു വെച്ചതും കാണിക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് എടുത്തു നോക്കുമ്പോ അവന്റെ കയ്യിലെ ആർട്ടുകളൊക്കെ കാണുന്നുണ്ട്. നിന്റെ അച്ഛൻ കാണുന്നതിന് മുമ്പ് അതൊക്കെ തുടച്ചു കളഞ്ഞിട്ട് എന്റെ കൂടെ വാ എന്ന് പറയുവാണ്. ഹീറോയും ഹീറോയിനെ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയുടെ കൂടെ പോകുന്നുണ്ട്. ഇപ്പോ ചായ് വന്നിട്ട് നിന്റെ അമ്മയുടെ സൗണ്ട് പോലെയാണ് അവർക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ശരിക്കും വിശ്വാസമായി. അതേപോലെ തന്നെയുണ്ട്. എത്ര കാത്തിരുന്നിട്ട് നീ അവരെ കണ്ടത്. ഇപ്പൊ നീ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇവർക്ക് എന്റെ അമ്മയുടെ അതേ സൗണ്ട് ഉള്ളത് കൊണ്ട് കാണാനും എന്റെ അമ്മയെ പോലെ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴാ മനസ്സിലായത് അവരെന്റെ അമ്മയെ പോലെയല്ല. ചെറുപ്പത്തിലെ ഹീറോയിന്റെ ഷൂ കീറിയിട്ട് വന്നപ്പോ 3 ദിവസം ആയിട്ടുള്ള പുതിയ ഷൂ വാങ്ങിയിട്ട് അപ്പോഴേക്കും നീ കീറി കൊണ്ടുവന്നോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് മഴയത്ത് കളിക്കരുത്, അതുകൊണ്ടല്ലേ ഇത് കീറിപ്പോയത്. ഇപ്പൊ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാലും അമ്മ അവൾക്ക് ഒരു പുതിയ ഷൂ പിറ്റേ ദിവസം വാങ്ങി കൊടുത്തിട്ട് ഇനി ഈ ഷൂവും കൂടി കീറിക്കൊണ്ടു വന്നാല് നീ വെറും കാലോടെ സ്കൂളിലേക്ക് പോകേണ്ടി വരൂ എന്ന് പറഞ്ഞിരുന്നു. സോ എന്റെ അമ്മ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുമായിരുന്നു. ശരിയാ നീ പറഞ്ഞത്. നിന്റെ അമ്മ പുറത്തൊക്കെ എങ്ങനെയൊക്കെ പടപെടാന്ന് സംസാരിച്ചാലും അവരുടെ മനസ്സ് നല്ലതായിരുന്നു. പക്ഷെ ഇവര് പുറത്ത് എത്രയൊക്കെ നല്ല പോലെ സംസാരിച്ചാലും മനസ്സിലെ ഒരു അഗ്രസീവായ പോലെ തോന്നുന്നു എന്ന് പറയാണ്. ചെന്നിനെ ദത്തെടുത്ത് വളർത്തിയോണ്ടാണോ ഇങ്ങനെയെന്ന് ചായ് ചോദിക്കുമ്പോ അൺകണ്ടീഷണൽ ലവ് കിട്ടുന്നത് ലക്കാണെന്ന് ഹീറോ പറഞ്ഞില്ലേ, അതിപ്പോ ശരിയാണെന്ന് ഹീറോയിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോയുടെ അമ്മ നീ അബ്രോഡിൽ പോയി പഠിക്കേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ഇനി വിസ മാത്രം റെഡിയായാൽ മതി എന്ന് പറഞ്ഞതും ഞാൻ അബ്രോഡിലേക്ക് പോകുന്നില്ലെന്ന് ഹീറോ പറയാണ്. എന്താ നീ പറയുന്നേ? എത്ര നാളുകളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഇപ്പോ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല, ഹുവ യൂണിവേഴ്സിറ്റി വേണ്ട, ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി മതി. ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള മേജർ എടുത്ത് പഠിക്കാമെന്നാ വിചാരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം, നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ചോദിക്കുകയില്ല എന്നവൻ പറഞ്ഞതും എന്തൊക്കെയാ നീ പറയുന്നേ? നിന്റെ അച്ഛൻ ഇതിന് സമ്മതിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ ആ പെൺകുട്ടി അവിടെ പോയി വിഷമിക്കുന്നതിന് നല്ലത് അബ്രോഡ് പോകുന്നതിന് മുമ്പ് എല്ലാം ഇവിടെ തന്നെ വെച്ച് അവസാനിപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുവാണ്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതും അവൻ വളരെ ശോകത്തിലായിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് പോവാതെ അവൻ ഒരു കടയിലേക്ക് പോയി ബർഗറും ഡ്രിങ്കും ഒക്കെ വാങ്ങിച്ചിട്ട് വഴിയിൽ കാണുന്ന നായ്ക്കുട്ടിക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് അവിടെ ശോകത്തിലിരിക്കുവാണ്. ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഹീറോയും ചായയും കച്ചവടം ഒക്കെ നിർത്തിയിട്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പോ ഹീറോയുടെ ഫോൺ അവിടെ മറന്നു വെച്ചെന്നാ തോന്നുന്നത്. അതുമല്ല, ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് അവള് ഹീറോയെ ബൈക്ക് റൈഡിന് കൂട്ടിക്കൊണ്ടു പോയപ്പോ 4 ഇതളുകളുള്ള ഒരു ഇല കൊടുത്തില്ലേ, അതുവരെ അവൻ ലാമിനേറ്റ് ചെയ്ത് ഭദ്രമായിട്ട് അവന്റെ ഫോൺ കവറിനും ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ കൊടയുണ്ടല്ലോ, ഞാനിത് അവന് കൊടുത്തിട്ട് വരാം. ഇത് കേട്ട് ചായ് അവളെ നോക്കി ചിരിച്ചിട്ട്, സൂയ നിനക്ക് മഴയെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല, അതുപോലും നീ മൈൻഡ് ചെയ്യാതെ ഇത്ര കഷ്ടപ്പെട്ട് നീ അത് അവന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് ക്രഷ് എന്ന് പറഞ്ഞ് അവള് കളിയാക്കിയതും അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇത് അവന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് മഴയത്തെ ഓടി വരുവാണ്. ഹീറോയും മഴയത്താണ് നടന്നു വരുന്നത്. അവൻ കടയിൽ പോയിരുന്നല്ലോ. ഹീറോയും നേരെ അവന്റെ വീട്ടിൽ വന്ന് അവനെ വെയിറ്റ് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയും വരുന്നുണ്ട്. രണ്ടുപേരും കണ്ടതും തമ്മിൽ കുറച്ചു നേരം നോക്കി നിൽക്കുവാണ്. മഴ നനയുന്നത് കണ്ട് ഹീറോയിന് ഓടി വന്ന് അവന് കുട കൊടുക്കുവാണ്. തമ്മിൽ നോക്കി സ്മൈൽ ചെയ്തിട്ട് രണ്ടുപേരും ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഫോൺ അവള് കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നിർത്താതെ തുമ്മുന്നുണ്ട്. ഫീവർ ആയെന്നാ തോന്നുന്നേ. അവള് തലയിൽ കൈവച്ചൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവന് ഷൈ ആകുന്നുണ്ടെങ്കിലും അത് മറയ്ക്കാൻ വേണ്ടി, ശരി എന്റെ അമ്മയെ നീ കണ്ടില്ലേ, നീ ഇവിടേക്ക് വന്നത് അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാല് ഞാൻ ഇപ്പോ അവർക്ക് വേണ്ടിയല്ല വന്നത്. ശരി അതൊക്കെ വിട്, ഞാനൊരു ജോക്ക് പറഞ്ഞാ നീ കേൾക്കോ? ഹീറോയും ഞാനിതിപ്പോ കേട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അപ്പോ നീ സത്യമായിട്ട് കേൾക്കില്ല? ഇല്ലില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ പറയുന്നു ഹീറോ പറയുവാണ്. നീ പറഞ്ഞ അമ്പലത്തിൽ പോയില്ലേ, അതെന്റെ അച്ഛൻ അറിഞ്ഞു. ആ അമ്പലം കുഞ്ഞുങ്ങളെ വരമായിട്ട് തരാൻ പ്രാർത്ഥിക്കുന്നതല്ലേ. ഞാനെന്തോ കുട്ടിയെ ചുമക്കുന്നുണ്ടെന്നാ അച്ഛൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ കൊല്ലാൻ വരെ റെഡി ആയിട്ട് അവര് വന്നതാണ്. ഞാനാണ് പിന്നെ ഒരു വിധത്തിൽ അവരെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞതും, ഒയ്യോ എങ്കി നിനക്ക് വളരെ താങ്ക്സ് സൂയ എന്ന് ഹീറോ പറയാണ്. എനിക്ക് ഈ താങ്ക്സ് ഒന്നും വേണ്ട, പകരം കോമ്പൻസേഷൻ വേണമെന്ന് പറയാണ്. എന്തിനാണെന്ന് അറിയാമോ? ഡെയിലി ചീത്ത കുട്ടികളുമായിട്ട് അകന്ന് നിൽക്കെന്ന് പറഞ്ഞ് എന്നെ ലെക്ചർ എടുത്ത് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക അതിനു വേണ്ടി. ശരി നീ പറയേ, നിനക്ക് എത്രയാ വേണ്ടതെന്ന് ചോദിച്ചാല് നിന്റെ കയ്യില് എത്രയുണ്ടെന്ന് അവള് ചോദിക്കും. 5 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞതും ലീഗലായിട്ട് തന്നാല് അത്രയും സന്തോഷം, തന്നോളൂ എന്ന് ഹീറോയിൻ പറയുവാണ്. ഇത്രയും ക്യാഷ് വെറുതെ ഒന്നും തരാൻ പറ്റില്ല മോളെ, നീ എന്നെ കല്യാണം കഴിക്ക്. കല്യാണം കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിന്റെ കയ്യിലേക്ക് അത് ലീഗലായിട്ട് വന്നു ചേരും. എന്താ റെഡിയാണോ എന്ന് ചോദിച്ചാല് അയ്യോ അതൊന്നും പറ്റില്ല, അതിന് നമുക്ക് രണ്ടുപേർക്കും കല്യാണപ്രായം ഒന്നും ആയിട്ടില്ലല്ലോ. അതെ, അങ്ങനെ കല്യാണപ്രായം ആയാലും ഞാൻ ഇതിനെ ഓക്കെ പറയില്ല. കാരണം കല്യാണം എന്നത് ഒരു വലിയ സീരിയസ് ആയ കാര്യമാണെന്ന് ഹീറോ പറഞ്ഞതും അമ്പമ്പോ ഇത്രയൊക്കെ നീ തിങ്ക് ചെയ്യുന്നുണ്ടോ? അതെ, ഇനി എന്നോട് ഫ്ലേർട്ട് ചെയ്യുന്നത് നീ നിർത്ത്.
പിന്നെയും നിന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൻ പറയാണ്. അതായത് ഹീറോയിൻ അവനോട് ഇഷ്ടമാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചില്ലേ, അതാണ് പറയുന്നത്. നന്നായി മഴ പെയ്യുന്നുണ്ട്, മഴ തീർന്നത് ഞാൻ നിന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം, അതുവരെ മൂവി കാണാമെന്ന് പറഞ്ഞ് അവർ തീരുമാനിക്കുവാണ്. പാതിയിലെ ഹീറോയി ടയേർഡ് ആയിട്ടുണ്ട്. അവന് നല്ലപോലെ ഉറക്കം വരാൻ തുടങ്ങിയതും ശരി നീ ഉള്ളിൽ പോയി ഉറങ്ങിക്കോ, മഴ തീർന്നതും ഞാൻ നിന്നെ വിളിക്കാമെന്ന് അവള് പറയും. ഹീറോയും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെയാണ് ഹീറോ എഴുന്നേറ്റ് വരുന്നത്. ഹീറോ അവന് വേണ്ടി ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ അമ്മ ചെറുപ്പത്തിലെ കോൾഡ് ആയിരിക്കുമ്പോൾ ഉണ്ടാക്കി തരാറുണ്ട്, നന്നായിരിക്കും, കുടിച്ചു നോക്ക്. പിന്നെ അടുത്ത് തന്നെ നെയിൽ പോളിഷ് റിമൂവറും വെച്ചിട്ടുണ്ട്, എണീച്ചതും റിമൂവ് ചെയ്യാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് അവൾ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയത്. വീട്ടിലേക്ക് വന്ന ഹീറോയിനും ഇന്നാണ് അവളുടെ റിസൾട്ട് ഡേ. നെറ്റ്വർക്ക് സ്പീഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അച്ഛൻ എന്തൊക്കെയോ ചെയ്ത് മൊത്ത കണക്ഷനും കളഞ്ഞിട്ടിരിക്കുവാണ് ഇപ്പോ. ഈ കാര്യം ഹീറോയോട് പറഞ്ഞാല് അപ്പൊ നിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കുന്നത് അത്രയ്ക്ക് കഷ്ടമാണോ എന്ന പോലെ തമാശയ്ക്ക് പറയാണ്. അവള് റിപ്ലൈ ചെയ്യുന്നില്ല, കാരണം അവൾ ഇവിടെ അച്ഛന് വേണ്ടി ടോർച്ചർ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവായിരിക്കും. എന്താ നിന്റെ ഫാമിലിയെ പറഞ്ഞപ്പോ നിനക്ക് ദേഷ്യമായോ എന്ന് ചോദിച്ചാല് അത്ര പെട്ടെന്നൊന്നും എനിക്ക് ദേഷ്യം വരില്ലെന്ന് അവള് പറയാണ്. പിന്നെ എന്ത് ചെയ്താലാ നിനക്ക് ദേഷ്യം വരുന്നതെന്ന് ഹീറോയും ചോദിക്കും. ഇപ്പോ എങ്ങനെയോ അച്ഛൻ കറണ്ട് വരുത്തിയിട്ടുണ്ട്, പക്ഷെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നത് തീരെ ശരിയായിട്ടില്ല. റിപ്പയറിന് വേണ്ടി ആളെ വിളിച്ചാൽ ഇന്നത്തേക്ക് ആരും വരാൻ പറ്റില്ല, നാളെ വേണമെങ്കിൽ വരാമെന്ന് അവര് പറയുന്നത്. ഹീറോയിന്റെ ഫോണിലും തീരെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. സോ ഞാൻ ആരെങ്കിലോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഹീറോയോട് പറഞ്ഞാല് നിന്റെ നമ്പർ സെൻഡ് ചെയ്യും, ഞാൻ നോക്കാമെന്ന് പറയും. ഹീറോയിനും ഓക്കെ പറയുന്നുണ്ട്. ഈ ഹെൽപ്പിന് വേണ്ടി എനിക്ക് ജിഞ്ചർ ടീ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നതും ഹീറോയ്ക്ക് കുറച്ച് നെർവസ് ആകുന്നുണ്ട്. ഹീറോയിനും അവനെ സമാധാനിപ്പിച്ചിട്ട് നമ്പർ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ 738 മാർക്ക് എടുത്തിട്ടുണ്ട്. ആഹാ, ഹുവാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ ആർക്കിടെക്ചർ സൂയ കൺഗ്രാചുലേഷൻ എന്ന് ഹീറോ പറയും. ഹീറോയോടെ നോക്കിയാല് അവൻ 730 മാർക്കാണ് എടുത്തിരിക്കുന്നത്. ആഹാ, അതും നല്ല മാർക്കാണല്ലോ എന്ന് ഹീറോയിൻ പറഞ്ഞതും ഞങ്ങളുടെ സ്കൂളിൽ 850 താഴെ ആരെങ്കിലും മാർക്ക് എടുത്താ അതൊരു വിധത്തില് തോറ്റ പോലെയാണെന്ന് ഹീറോ പറയാണ്. ഹീറോയുടെ മുഖമേ ആകെ ശരിയല്ല. ഇവിടെ ഹീറോയിനും വളരെ മുഖം സാഡാക്കി വെച്ച് അച്ഛന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞത് അവർക്ക് ഭയങ്കര സന്തോഷമാക്കുന്നുണ്ട്. എന്റെ മോൾ അങ്ങനെ ഹുവാ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പോകുവാണെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതോർത്ത് വളരെ സന്തോഷിച്ചേനെ. ഇത് നമുക്ക് എന്തായാലും ആഘോഷിക്കണം, നല്ല വിരുന്ന് വെച്ച് തന്നെ ആഘോഷിക്കണം. അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ പറയാണ്. കട്ട് ചെയ്ത് ഹീറോയെ കാണിച്ചാല് യാങ്ഷിയുമായിട്ട് വീട്ടില് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണ്. കോളിംഗ് ബെൽ അടിക്കുന്നതും വന്ന് നോക്കിയാൽ ഓർഡർ എന്ന് പറയുന്നുണ്ട്. ഞാനൊന്നും അതിന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല സാർ, നിങ്ങളാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഹീറോ അവളുടെ തലകിട്ടൊന്ന് കൊട്ടിയിട്ട് എന്താ നീ ജിഞ്ചർ ടീ ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, എനിക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്ന് അറിയില്ല, അതിന്റെ ഐഡിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ വന്നതെന്ന് പറയും. ബെയ്ജിങ്ങിലേക്ക് തന്നെ പോ, അത് നന്നായിരിക്കില്ലേ? ശരിയാണ്, പക്ഷെ ബെയ്ജിങ്ങിൽ പോയി തിരികെ വരാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ അടുത്തെവിടെങ്കിലും പോയാൽ 850 യാണിൽ കാര്യം തീരുമെന്ന് പറഞ്ഞതും എടി കള്ളി, പഠിപ്പിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ പിഷ്കത്തരം കാണിക്കാൻ തുടങ്ങിയോന്ന് ഹീറോ വളരെ ക്ലോസ് ആയിട്ട് വന്ന് ചോദിക്കുവാണ്. എന്താടാ നിന്റെ ഐലാശത്ത് ഇത്ര വലുതായിരിക്കുന്നേ, കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് പെട്ടെന്ന് ഷൈ ആകുന്നുണ്ട്. സൂയ, നീ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ്. കറക്റ്റ് ആയിട്ട് ആ ടാനിന്റെ അച്ഛനും അമ്മയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവളുടെ പേര് ഹീറോ പറയുന്നത് കേട്ടതും എന്ത് സൂയയോ, ആ പേര് കേട്ടാലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴത്തെ പെമ്പിള്ളേരെല്ലാം കള്ളികളാണെന്ന് നമ്മുടെ ഹീറോയിനാണ് പറയുന്നത്. പെട്ടെന്ന് ഹീറോ അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുവാണ്. ഇത് കണ്ട് ടാനിന്റെ അച്ഛനും അമ്മയും ചെറിയ പിള്ളേരൊക്കെ ഈ ഏരിയയിൽ ഉള്ളതല്ലേ, ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തലതെറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ മോനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ഇനി ഈ പ്ലേസിലേക്ക് വരാനേ പാടില്ലെന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടു പോകുവാണ്. ഇവിടെ ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും ഒരുമാതിരി ഷൈ ആകുന്നുണ്ട്. അതും നമ്മുടെ ഹീറോയുടെ ചെവിയൊക്കെ ചുമക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ലൈറ്റ് ഓൺ ആകുന്നത്. അത് യാങ്ഷി ആയിരിക്കും. അവൻ ഇത് കണ്ടിട്ടേ സോറി, ഞാൻ ഇപ്പോ വരാൻ പാടില്ലായിരുന്നു, ഞാൻ തിരികെ പൊക്കോളാം എന്ന് പറഞ്ഞ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് കയറി പോകുവാണ്. അവനെ മൈൻഡ് ചെയ്യേണ്ട, വാ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടിക്കൊണ്ടു പോകും. എപ്പോഴും ചായ ആണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ മിസ്സാക്കുന്നതെന്ന് പറഞ്ഞതും ഉടനെ തന്നെ യാങ്ഷിയും ചായയെ വിളിച്ചു വരുത്തുന്നുണ്ട്. സോ ഇപ്പൊ 4 പേരും ഒന്നിച്ച് ഡ്രിങ്ക് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോകണം ചേരണം എന്നൊക്കെ പറഞ്ഞ്. ഇതിലെ ചായക്ക് മാത്രം എവിടെയും പോകണമെന്ന് അറിയത്തില്ല. അവള് വളരെ കുറവ് മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. യാങ്ഷി ഗെയിം കളിക്കുന്നത് കണ്ട് ശരി ഇനി ഞാൻ കളിക്കട്ടെ താ എന്ന് ചോദിച്ചാൽ അവൻ തരില്ലെന്ന് പറയും. ഓൾറെഡി ഞാൻ ശോകത്തിലാണ്, പിന്നെ എന്നെ കഷ്ടപ്പെടുത്തുന്നു ചോദിച്ച് അവള് സെന്റി അടിക്കാൻ തുടങ്ങിയതും പാവം തോന്നി അവനും കൊടുക്കുന്നുണ്ട്. ഇവരെവിടുന്ന് സംസാരിക്കട്ടെ, നമുക്ക് ഉള്ളിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഹുവാ യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി നല്ലത് തന്നെയാണ്, പക്ഷെ അവിടെ ആർക്കിടെക്ചർ പഠിക്കുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് ഹീറോയിൻ പറഞ്ഞതും എന്നാ നീ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യ്, വേണമെങ്കിൽ എന്റെ സിസ്റ്റം യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞതും ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ട്. അവളും സെർച്ച് ചെയ്യാനായിട്ട് വരുമ്പോ ഹീറോയുടെ സെർച്ചിങ് ഹിസ്റ്ററിയില് ഒരു ഗേള് പ്ലേ ഗേൾ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഫസ്റ്റ് തന്നെ വന്നു കിടക്കുന്നുണ്ട്. ഇത് കണ്ടത് ഹീറോയിന് ഒരുമാതിരി ആകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ഓടി വന്ന് ഇല്ലില്ല വേണ്ട ഞാൻ തന്നെ നോക്കി തരാമെന്ന് പറഞ്ഞ് അവൻ ഓടി വന്നിരിക്കുകയാണ്. ഹീറോയിൻ അവിടെ ഒരു വയലിൻ കണ്ടതും നീ ഇത് വായിക്കോ എന്ന് ചോദിക്കും. ചെറുപ്പത്തിലെ ലേൺ ചെയ്തതാണ്, ചെറിയ രീതിയിലൊക്കെ വായിക്കാറുണ്ടെന്ന് അവൻ പറയും. എന്റെ മുത്തശ്ശന്റെ കയ്യിലും ഒരെണ്ണമുണ്ട്, പക്ഷെ അവർക്ക് തീരെ വായിക്കാൻ അറിയില്ല. എന്റെ മുത്തശ്ശിക്ക് അസുഖമായിരുന്ന സമയത്ത് അവര് ദിവസവും ഇരുന്ന് വായിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് മോശമായിരിക്കും. എന്നാലും എന്റെ മുത്തശ്ശി രസിച്ചിരുന്ന് കേൾക്കുന്നത് കാണാമെന്ന് പറഞ്ഞതും എന്താ അവർക്ക് അത്ര ഇഷ്ടമായതെന്ന് ഹീറോ ചോദിക്കും. അത് എനിക്കറിയില്ല, ഞാൻ വയസ്സാകുമ്പോൾ നീ എന്റെ അടുത്ത് വന്നിരുന്ന് വായിച്ചു നോക്ക്, അപ്പോ ഇതിനുള്ള മറുപടി ഞാൻ തരാമെന്ന് പറഞ്ഞതും അതെനിക്ക് പറ്റില്ല, ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയല്ലേ വായിക്കൂ, ഇനി ഞാൻ സിംഗിൾ ആണെങ്കിൽ വേറൊരുത്തന്റെ ആളിന് വേണ്ടി ഞാൻ എങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് അവൻ പറയുവാണ്. ഇവിടെ ചായയും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പോകുന്നു, എന്നെ നോക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വളരെ സെന്റി ആയതും അങ്ങനെയാണെങ്കിൽ നീ ആർടി എക്സാം ട്രൈ ചെയ്യുന്ന യാങ്ഷി പറയുവാണ്. എനിക്ക് ഡാൻസും അറിയില്ല, പാട്ട് പാടാനും അറിയില്ല, കളിക്കാനും അറിയില്ല, പിന്നെ എന്ത് ചെയ്യുന്ന അവള് ചോദിച്ചതും അപ്പോഴാണ് യാങ്ഷിക്ക് ഒരു ബൾബ് കത്തുന്നത്. നിനക്ക് വായിലെന്നാക്ക് നിറയെ ഉണ്ടല്ലോ, വഴക്കിടുമ്പോ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ കാണാറുള്ളതല്ലേ, നിനക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്താൽ എന്താന്ന് ഒരു നല്ല ഐഡിയ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ സെർച്ച് ചെയ്ത് നോക്കിയതിൽ വെച്ച് അവൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. സോ ഇത് ചൂസ് ചെയ്ത് പഠിക്കാമോ എന്ന് പറഞ്ഞതും അവൻ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും ടൂൾസുകളെല്ലാം അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ പഠിപ്പിന് ഹെൽപ്പ് ആകുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അബ്രോഡിലേക്ക് പോകുമല്ലോ, ഞാനും എത്രയും വേഗം അബ്രോഡിലേക്ക് പോകുമെന്ന് ഹീറോ പറഞ്ഞതും നീയും നല്ല മാർക്ക് എടുത്തിട്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് സീറ്റ് കിട്ടുമല്ലോ, ട്രൈ ചെയ്ത് നോക്കാമായിരുന്നില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ഇല്ല, അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാം അറേഞ്ച് ചെയ്തു കഴിഞ്ഞു എന്ന് ഹീറോ പറയും. നീയും ഞാനും ഒരേ നാട്ടിൽ പഠിച്ചാല് വീക്കെൻഡിൽ ഫ്രീ ആയിരിക്കുമ്പോൾ നിന്റെ കോളേജിലേക്ക് ഞാൻ നിന്നെ കാണാൻ വരുമായിരുന്നു, നന്നായിരിക്കുമല്ലേ എന്ന് ഹീറോയിൻ പറയുവാണ്. ഇത് കേട്ട് ബെയ്ജിങ്ങിൽ പോയാല് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി എന്നെ മറന്നു കളയുമല്ലേ നീ എന്ന് ഹീറോ പറയുവാണ്. ഞാൻ ബെയ്ജിങ്ങിലാണ് പോകുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഞാൻ എവിടെ വേണമെങ്കിലും പോകും, അതേപോലെ നീയും പോകുന്നിടം പറയണ്ടെന്ന് അവള് ചെറുതായിട്ട് അപ്സെറ്റ് ആകുന്നത് കണ്ട് ഹീറോ ചിരിക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ടിയോട് അവസാനിച്ചിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.